ഹൃദയഭേദകമെന്ന് മാത്രം വിശേഷിപ്പിക്കാവുന്ന ദൃശ്യങ്ങളാണ്, ആരുടെയും കരളലിയിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് കരിമ്പയിൽ ലോറി പാഞ്ഞു കയറിയുണ്ടായ അപകടത്തിൽ മരിച്ച വിദ്യാർത്ഥികൾക്ക് ജന്മനാടിന്ന് വിട നൽകാൻ പോവുകയാണ്. പുലർച്ചയോടുകൂടിയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകിയത്. അതിനുശേഷം മൃതദേഹം ഇപ്പോൾ അവരുടെ വീടുകളിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. സമീപവാസികൾ, പ്രദേശവാസികൾ, ഒരു നാടൊന്നാകെ അവർക്ക് അന്ത്യയാത്ര നൽകാൻ അവിടേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. വീടുകളിൽ നിന്ന് കാണാൻ കഴിയുന്നത് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്തതിലും വലിയ വേദന ആ നാടിനൊന്നാകെ, കടപ്പ നാടിനൊന്നാകെ നിറഞ്ഞു നിൽക്കുന്നത്, ആ നാട്ടിലൊന്നാകെ നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 4 വിദ്യാർത്ഥികൾക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത്. മരിച്ച 4 കുട്ടികളുടെയും മൃതദേഹം ഇപ്പോൾ വീടുകളിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. രാവിലെ 8:30 മുതൽ 8:30-9 മണി മുതൽ കരിമ്പനയ്ക്കൽ ഹാളിൽ പൊതുദർശനമുണ്ടാകും. നേരത്തെ ഇവർ പഠിച്ചിരുന്ന സ്കൂളിൽ പൊതുദർശനത്തിനുള്ള സൗകര്യമൊരുക്കണം എന്ന തരത്തിലൊക്കെ ആലോചനകൾ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അത് വേണ്ട എന്ന് തീരുമാനിക്കുകയായിരുന്നു. ഈ വീടുകളിലേക്ക് മൃതദേഹം കൊണ്ടുപോവുകയായിരുന്നു. 4 കുട്ടികളുടെയും മൃതദേഹം വീടുകളിൽ എത്തിച്ചിട്ടുണ്ട്. അവിടെ ഇപ്പോൾ പൊതുദർശനം നടക്കുകയാണ്. ആ നാട്ടിലുള്ളവരെല്ലാം അവിടേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. അവരുടെ സഹപാഠികൾ, അധ്യാപകരൊക്കെ അവരെ അവസാനമായി ഒരു നോക്ക് കാണാൻ ആ വീടുകളിലേക്ക് എത്തുന്നു. ആ പൊതുദർശനത്തിൻ്റെ ഭാഗമാകുന്നു. വിങ്ങിപ്പൊട്ടുന്നവരെ അല്ലാതെ അവിടെ നമുക്ക് കാണാൻ കഴിയില്ല. ഏതാണ്ട് 11 മണിയോടുകൂടി തുപ്പനാട് ജുമാ മസ്ജിദിൽ 4 പേരുടെയും ഖബറടക്കം നടക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നലെ തന്നെ അവിടെയുള്ള ഇവരുടെ ബന്ധുക്കളും പ്രദേശവാസികളും ഒക്കെ പറയുന്നുണ്ട്, ഇന്ന് വെള്ളിയാഴ്ചയാണ്, അതുകൊണ്ട് പരമാവധി നേരത്തെ തന്നെ ഒരു 11 മണിക്ക് മുമ്പേ തന്നെ ഈ സംസ്കാരം, ഖബറടക്കം പൂർത്തിയാക്കാനുള്ള ആലോചനകളാണ് നടക്കുന്നത് എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ആയിഷ എസിൻ്റെയും ഹൃദ ഫാത്തിമയുടെയും നിദ ഫാത്തിമയുടെയും അതുപോലെ ഇർഫാൻ ആഷറിൻ്റെയും വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വിപിൻ സി വിജയൻ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിപിൻ, അത്രയും വലിയ സങ്കടം, അത്രയും വലിയ വേദന, ഒരു നാടൊന്നാകെ ആ വേദനയുടെ ഭാഗമാകുന്നു. ആ വീട്ടിൽ നിന്നുള്ളവരുടെ കരച്ചിലും ഹൃദയഭേദകമായ കാഴ്ചകളും ആർക്കും കണ്ടു നിൽക്കാൻ കഴിയുന്നതല്ല. വിവരങ്ങൾ എന്താണ്? പാലക്കാട് കരിമ്പയിൽ ലോറി പാഞ്ഞു കയറിയുണ്ടായ അപകടത്തിൽ മരിച്ച വിദ്യാർത്ഥികൾക്ക് ജന്മനാട് വിട നൽകാൻ പോവുകയാണ്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ഈ മരിച്ച കുട്ടികളുടെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. അവരുടെ മൃതദേഹം വീടുകളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഒരു നാടൊന്നാകെ അവർക്ക് അന്ത്യയാത്ര നൽകാൻ അവിടേക്ക് ഒഴുകിയെത്തുകയാണ്. അടുത്ത ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ എത്തി ഇപ്പോൾ അവസാനമായി ഒരു നോക്ക് കാണുകയാണ്. അതിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഈ ഇർഫാനയുടെ വീട്ടിലേക്ക് ഇപ്പോൾ ഇതാ അടുത്തുള്ള ആളുകളൊക്കെ, ഈ വീടിൻ്റെ പരിസരത്തുള്ളവരൊക്കെ വരികയാണ്. ഈ ഭാഗത്തിലൂടെ കളിച്ച് ചിരിച്ച് നടന്ന കുട്ടികളാണ്. ഈ ഭാഗത്ത് വലിയ സന്തോഷത്തോടെ അവർ ഈ സ്കൂളിലെ കാര്യങ്ങളുമൊക്കെ കുട്ടിക്കാലം മുതൽ തന്നെ ഇവരെല്ലാം തന്നെ കാണുന്ന കുഞ്ഞുങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം ഇവരെ സംബന്ധിച്ച് വലിയ രീതിയിൽ ഉണ്ട്. നമുക്ക് ഇവരെ കാണുമ്പോൾ തന്നെ നമുക്ക് ഓരോ ആളുകളും കരയാതെ ഇവിടെ നിന്ന് പോകുന്നില്ല. ഇത്രത്തോളം വേദനയും സ്തബ്ധരായിട്ട് അവർ ഇതിനു മുൻപ് ഒരിക്കലും നിന്നിട്ടുണ്ടാവില്ല എന്നുള്ളത് ഉറപ്പാണ്. ഒരു വലിയ കണ്ണീർ കടലായി കരിമ്പ മാറിയത് ഒരൊറ്റ നിമിഷം കൊണ്ടാണ്. ആ വേദന ഇവർക്ക് എല്ലാവർക്കും ഉണ്ട്. അതുതന്നെയാണ് ഓരോ ആളുകൾക്കും ഇവിടെ ഇപ്പോൾ പാലക്കാട് കരിമ്പയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വാഹനാപകടത്തിൽ കഴിഞ്ഞ ദിവസമാണ് 4 കുഞ്ഞുങ്ങളുടെ ജീവൻ പൊലിഞ്ഞത്. ഇപ്പോൾ 4 വീടുകളിലേക്ക് അവരുടെ ശരീരം എത്തിയിരിക്കുകയാണ്. അവിടെ അവർക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ സുഹൃത്തുക്കളും അധ്യാപകരും ബന്ധുക്കളും ഒക്കെ തന്നെ എത്തിച്ചേരുന്നുണ്ട്. 8:30 മൃതദേഹങ്ങൾ കരിമ്പനയ്ക്കൽ ഓഡിറ്റോറിയത്തിലേക്ക് എത്തിക്കും. അവിടെ മന്ത്രിമാരായ കെ കൃഷ്ണൻകുട്ടിയും എം പി രാജേഷും എത്തിച്ചേരും. അവരുടെ സഹപാഠികളും അധ്യാപകരുമൊക്കെ ഈ ഓഡിറ്റോറിയത്തിലും എത്തും. അതിനുശേഷം 11 മണിക്കാണ് ഇവരുടെ ഖബറടക്കം നടക്കുന്നത്. വിശദാംശങ്ങളുമായി
നിഖിൽ പ്രമേഷ്, സൂരജ് സജി, വിപിൻ സി വിജയൻ എന്നിവർ ചേരുന്നു. ആയിഷയുടെ വീട്ടിൽ നിന്ന് സൂരജ് സജി ചേരുകയാണ്. സൂരജ്, 8:30 ആണ് ഈ 4 മൃതദേഹങ്ങളും ഓഡിറ്റോറിയത്തിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് മനസ്സിലാക്കുന്നു. ഈ സഹപാഠികളും സുഹൃത്തുക്കളും ഒക്കെ കൂടുതലായും ഈ ഓഡിറ്റോറിയത്തിലേക്ക് വരാനുള്ളൊരു സാധ്യതയാണോ ഉള്ളത്? മന്ത്രിമാരും ഇന്ന് അവിടെ എത്തിച്ചേരുമല്ലോ. ക്രിസ്tina, 8:30 ഈ വീടുകളിൽ നിന്ന് മൃതദേഹം ഈ കരിമ്പനക്കൽ ഓഡിറ്റോറിയത്തിലേക്ക് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ സ്കൂളിൽ ആദ്യം പൊതുദർശനത്തിന് ആലോചിച്ചിരുന്നു. പക്ഷേ ഈ വെള്ളിയാഴ്ച പ്രാർത്ഥന ഉള്ളതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് മുൻപായി സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കാനാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായാണ് ഈ സ്കൂളിലെ പൊതുദർശനം ഒഴിവാക്കി പകരം ഈ കരിമ്പനക്കൽ ഓഡിറ്റോറിയത്തിൽ പൊതുദർശനം ക്രമീകരിച്ചത്. അപ്പോൾ ഈ സ്കൂളിലെ സഹപാഠികളും അതോടൊപ്പം തന്നെ അധ്യാപകരടക്കമുള്ളവർക്ക് ഇവരെ കാണാനുള്ള അവസരം ഒരുക്കുക ഈ ഓഡിറ്റോറിയത്തിലായിരിക്കും. എന്നാൽ പോലും ഈ അപകട വാർത്തയറിഞ്ഞ് രാവിലെ മുതൽ തന്നെ ഇങ്ങോട്ടേക്ക് സഹപാഠികളും അധ്യാപകരും ഇവരുടെ എല്ലാം വീടുകളിലേക്ക് എത്തുന്നുണ്ട്. നമ്മുടെ ദൃശ്യങ്ങളിലേക്ക് പോയാൽ തന്നെ അത് കാണാം. സഹപാഠികളൊക്കെ ആയിട്ടുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നു. നേരത്തെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ തന്നെ 7 കുട്ടികളുടെ ഒരു ഗ്യാങ് ആയിരുന്നു ഇവർ. ഈ 7 പേർ ഒന്നിച്ചാണ് സ്കൂളിലേക്കുള്ള യാത്രയും മടങ്ങിവരവും ഒക്കെ ഒന്നിച്ചായിരുന്നു. അങ്ങനെ ഇന്നലെ ഇവർ 7 പേരും ഒന്നിച്ച് പോകുന്നു. അതിൽ ചെറിയ ഈ കുട്ടികളുടെ ഇടയിൽ ഉണ്ടാകുന്ന സൗന്ദര്യപ്പിണക്കത്തിൻ്റെ ഭാഗമായി 2 പേർ മാറി യാത്ര ചെയ്യുന്നു. ബാക്കി 5 പേർ ഒന്നിച്ച് യാത്ര ചെയ്യുന്നതിനിടയിലാണ് അവരുടെ ഈ കളിചിരികൾക്കിടയിലേക്ക് ഒരു ലോറി പാഞ്ഞു കയറുന്നതും പിന്നീട് അതിനടിയിൽ 4 കുട്ടികൾ പെടുന്നതുമൊക്കെ. ഇതൊന്നും അറിയാതെ ഞാനിപ്പോൾ നിൽക്കുന്ന ആയിഷയുടെ ഉപ്പ ഒരു അപകടം നടന്നു അറിഞ്ഞാണ് ഈ മേഖലയിലേക്ക് എത്തുന്നത്. ഇവിടെ പലചരക്ക് കട നടത്തുന്ന ആളാണ് ആയിഷയുടെ പിതാവ്. അങ്ങനെ ഒരു അപകടം നടന്നു. നാട്ടിലുണ്ടായ അപകടത്തിൽ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയാണ് ഈ ആയിഷയുടെ ഉപ്പയടക്കം അവിടെ എത്തി രക്ഷാപ്രവർത്തനം നടക്കുന്നത്. പക്ഷേ ഏറെ നേരത്തെ ശ്രമകരമായ ദൗത്യത്തിനൊടുവിൽ നിന്ന് ആ ലോറിയും സിമൻറ്റ് ചാക്കുകളും ഒക്കെ മാറ്റി അതിനടിയിൽ നിന്ന് അപകടത്തിൽപ്പെട്ടവരെ തിരഞ്ഞ് കണ്ടെത്തുന്ന സമയത്താണ് ഈ ഉപ്പ ഞെട്ടലോടെ ആ വാർത്ത അറിയുന്നത്. ഈ അപകടത്തിൽപ്പെട്ടത് തൻ്റെ പൊന്നു മകളാണ് എന്ന വിവരം ഈ ഉപ്പ അറിയുന്നത്. വലിയ ഞെട്ടലോടുകൂടിയായിരുന്നു ആ സംഭവത്തെ ഉപ്പ കണ്ടത്, ആ നിമിഷത്തെ ഉപ്പ കണ്ടത്. പിന്നീട് അതിവൈകാരികമായ നിമിഷത്തിലൂടെ ഒരു നാടാകെ തന്നെ കടന്നു പോകുന്ന സാഹചര്യമായിരുന്നു. ഇന്നലെ വൈകുന്നേരം ആശുപത്രിയിലായാലും അതിനുശേഷം ഈ പോസ്റ്റ്മോർട്ടം നടക്കുന്ന ജില്ലാ ആശുപത്രിക്ക് മുന്നിലും ഈ മോർച്ചറിക്ക് മുന്നിലുമൊക്കെ നമ്മൾ ഇന്നലെ കണ്ടത് അതിവൈകാരികമായ നിമിഷത്തിലൂടെ പോകുന്നു. ഒരു നാടാകെ തന്നെ ഈ റോഡിലെ അശാസ്ത്രീയക്കെതിരെ പ്രതിഷേധിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ വീടിനകത്താണെങ്കിൽ പോലും വലിയ സങ്കടക്കടലായി വീടുകൾ മാറുന്നു. ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം പുലർച്ചെ തന്നെ മൃതദേഹം വിട്ടു നൽകാനുള്ള ഇടപെടൽ സർക്കാർ ഇടപെട്ട് സ്വീകരിക്കുന്നു. അങ്ങനെ മൃതദേഹം വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് ഈ മൃതദേഹം ഏറ്റുവാങ്ങുന്ന സമയത്ത് ഈ ബന്ധുക്കളെ സംബന്ധിച്ച് അത് താങ്ങാവുന്നതിനും അപ്പുറമുള്ളൊരു വേദനയായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ആയിഷയെ സംബന്ധിച്ച് ആയിഷ കളിയും ചിരിയും മാത്രമായിരുന്നില്ല. ഈ കലോത്സവ വേദികളിലടക്കം മിന്നുന്ന വസ്ത്രം ധരിച്ച് ആഭരണങ്ങൾ ധരിച്ച് മണവാട്ടിയായി പലകുറിയെത്തിയത് കണ്ടിട്ടുള്ള വീട്ടുകാരാണ്, വീട്ടുമുറ്റമാണ്. കലോത്സവ വേദികളിൽ നിന്നും വേണ്ട പഠനത്തിലടക്കം മികവ് പുലർത്തിയ ആളാണ് ആയിഷ. അങ്ങനെ കളിയും ചിരിയും കൊച്ചു തമാശകളുമൊക്കെയായി പോയിരുന്ന ഒരു കൊച്ചു മിടുക്കി, ആ മിടുക്കിയാണ് ഈ വീടിനും നാടിനും ഒക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇന്നലെ ഇംഗ്ലീഷ് പരീക്ഷയ്ക്കായി ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി സന്തോഷത്തോടു കൂടി പോയതാണ്. വൈകുന്നേരം അതുപോലെ തന്നെ ഈ കളിയും ചിരിയും ഒക്കെയായി മടങ്ങി വരുന്ന ആയിഷയെ കാത്തിരുന്ന വീട്ടുമുറ്റത്തേക്കാണ്, ആയിഷയുടെ മാതാവിൻ്റെയും ഉപ്പയുടെയും മുന്നിലേക്കാണ് ചേതനയറ്റ ശരീരം കടന്നു വന്നത്. അതും വെള്ള പുതച്ച്. ഇന്നോളം ഈ മിന്നുന്ന വസ്ത്രങ്ങൾ ധരിച്ച് കണ്ടിട്ടുള്ള ആയിഷ വെള്ള പുതച്ച് വരുന്നത് ആ കുടുംബത്തെ സംബന്ധിച്ച് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമാണ്. നമുക്ക് പോലും ഇവിടെ കണ്ടു തീർക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. ഈ ആയിഷയെ ഒരു നോക്ക് കാണാൻ എത്തുന്ന ആളുകൾ ഈ വീടിനകത്തേക്ക് കയറി ഇറങ്ങുന്ന സമയത്ത് അവരുടെ കണ്ണുകൾ പോലും ഈറനണിയുന്നു. അങ്ങനെ ഉള്ളുലയ്ക്കുന്ന കാഴ്ചകൾ മാത്രമേ ഇവിടെയും എവിടെയും നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. അതിവൈകാരികമായി തന്നെ ഒരു നാടാകെ തന്നെ തേങ്ങുന്ന കാഴ്ച. എന്ത് ചെയ്യണമെന്ന് പോലും അറിയാത്തൊരു നിമിഷം. ഇതെല്ലാം ഇങ്ങനെ ഈ കാണുന്നതൊന്നും യാഥാർത്ഥ്യമല്ലാതെ ഇരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന ഒരു നിമിഷം. നമുക്ക് പോലും അങ്ങനെ തോന്നുകയാണ് ഒരു നിമിഷം. അതായത് ഇതൊന്നും യാഥാർത്ഥ്യമാകരുത്, ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കാഴ്ച ഒന്നും യാഥാർത്ഥ്യമാകാതെ ഇരുന്നിരുന്നെങ്കിൽ എന്ന് തോന്നുന്ന ഒരു നിമിഷത്തിലൂടെയാണ് ഈ നാടും നമ്മളും എല്ലാവരും കടന്നു പോകുന്നത്. സഹപാഠികളുണ്ട്, നാട്ടുകാരുണ്ട്, അതോടൊപ്പം തന്നെ അധ്യാപകരുണ്ട്, ബന്ധുക്കളുണ്ട്. അവരെല്ലാവരും ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി, ആയിഷയെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അവർക്കെല്ലാവർക്കും വളരെ അടുപ്പമുണ്ടായിരുന്ന കുട്ടികൾ. കാരണം ഇവർ സ്കൂളിലേക്ക് പോകുന്നതും ഒക്കെ ഇത് ഒറ്റ വഴിയാണ്. അതായത് ഇത് ഒറ്റ വഴിയാണ്. ഈ കരിമ്പനക്കൽ ഓഡിറ്റോറിയത്തിൻ്റെ സൈഡിലൂടെയുള്ള ഒരു വഴി. ആ വഴിയിലൂടെയാണ് ഈ കുട്ടികളുടെ എല്ലാവരുടെയും വീട്. അതുകൊണ്ട്
തന്നെ ഒരാൾ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ എല്ലാവരും വരുന്ന സമയത്ത് ഈ കുടുംബാംഗങ്ങളുമായി എല്ലാം തന്നെ ബന്ധമുണ്ട്. കാരണം ഈ വഴിയിലൂടെ പോകുമ്പോൾ ഇവരെല്ലാവരും കാണുന്നതാണ്. അങ്ങനെ ഈ കുട്ടികളെ ഈ ഒരു നാടിന് തന്നെ വലിയ പരിചയമായിരുന്നു, വലിയ അടുപ്പമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ നാടിനെ സംബന്ധിച്ച് ഒട്ടും താങ്ങാൻ കഴിയാത്ത ഒരു നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അവരെ സംബന്ധിച്ച് ഉള്ളുലയ്ക്കുന്നു. ഒരു നാടാകെ തന്നെ കണ്ണീർ കടലിലാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇവിടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് പോലും എങ്ങനെ പറയണം, വാക്കുകൾ പോലും കിട്ടാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. എന്തായാലും ഇന്നലെ ഈ അപകടം നടന്ന സമയത്ത് അവിടെ രക്ഷാപ്രവർത്തനത്തിയ പിതാവ് ഒടുവിൽ മനസ്സിലാക്കുന്നു തൻ്റെ മകളാണ് അപകടത്തിൽപ്പെട്ടത്. ആ മകളുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്ന ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ പിതാവ് അതോടൊപ്പം തന്നെ മടങ്ങി വരുമെന്ന് ആയിഷയും കാത്ത് വീട്ടുമുറ്റത്തിരുന്ന കുടുംബാംഗങ്ങൾ, അവർക്ക് മുന്നിലേക്കാണ് ഇപ്പോൾ ഈ ചേതനയേറ്റ മൃതദേഹം എത്തിയിരിക്കുന്നത്. എന്തായാലും 8:30 തന്നെ ഈ വീട്ടിൽ പൊതുദർശനം അവസാനിപ്പിച്ച് ഈ മൃതദേഹം കരിമ്പനക്കൽ ഓഡിറ്റോറിയത്തിലേക്ക് മാറ്റും. അവിടെ പോലീസ് ഇടപെട്ട് വേണ്ട ക്രമീകരണങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട്. മന്ത്രി എം പി രാജേഷ്, കെ കൃഷ്ണൻകുട്ടി അടക്കം അങ്ങോട്ടേക്ക് എത്തും. അതോടൊപ്പം തന്നെ ജനപ്രതിനിധികളായിട്ടുള്ള ആളുകൾ എല്ലാവരും തന്നെ അവിടെ എത്തും എന്നുള്ളതാണ് പറയുന്നത്. ഈ സഹപാഠികളും അധ്യാപകരും ഉൾപ്പെടെ, അതായത് ഭൂരിഭാഗം സഹപാഠികളും അങ്ങോട്ടേക്കായിരിക്കും എത്തുക. അതുകൊണ്ട് തന്നെ വലിയ തിരക്ക് പോലീസ് കണക്ക് കൂട്ടുന്നുണ്ട്. അതിൻ്റെ ഭാഗമായുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. 8:30 തന്നെ ഈ മൃതദേഹം ഈ വീട്ടിൽ നിന്ന് കരിമ്പനക്കൽ ഓഡിറ്റോറിയത്തിലേക്ക് മാറ്റും. സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയതാണ് ഇന്നലെ വൈകിട്ട്. അതിനിടയിലാണ് ഇങ്ങനെയൊരു അപകടം അവരെ തേടിയെത്തുന്നത്, ഒരു ദുരന്തം അവർക്ക് മുമ്പിലേക്ക് പാഞ്ഞെത്തുന്നത്. ഇന്നലെ വൈകിട്ട് 3:30 ഈ അപകടം നടക്കുന്നത്. 4 പേർക്ക് ജീവൻ നഷ്ടമാവുന്ന നിലയുണ്ടായി. നിദ ഫാത്തിമ, റിദ ഫാത്തിമ, ആയിഷ എസ്, ഇർഫാൻ അഷറിൻ, ഇവരെ 4 പേരെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് തന്നെ വളരെ മോശം അവസ്ഥയിലാണ് എന്നുള്ള കാര്യം അവിടെ നിന്ന് ഇന്നലെ രക്ഷാദൗത്യത്തിൻ്റെ ഭാഗമായ നാട്ടുകാർ, പ്രദേശവാസികളൊക്കെ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. അവർക്ക് 4 പേർക്കും ജീവൻ നഷ്ടമായി എന്നുള്ള വാർത്ത പിന്നീട് ആശുപത്രിയിൽ നിന്ന് സ്ഥിരീകരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ അവരുടെ വീടുകളിൽ നിന്നുള്ള അത്രയും വേദനാജനകമായ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ നാട് മുഴുവൻ വീട്ടിലേക്ക് എത്താൻ കഴിയുന്നവരൊക്കെ വീട്ടിലേക്കും, അതുപോലെ കരിമ്പനക്കൽ ഓഡിറ്റോറിയത്തിൽ പൊതുദർശനമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ചിലരൊക്കെ അവിടേക്കും എത്തി അവർക്ക് അന്ത്യയാത്ര നൽകാൻ ഒരുങ്ങുകയാണ്. 11 മണിയോടുകൂടി അവർ ഒന്നിച്ചാണ് യാത്രയാവുന്നത്. ഖബറടക്കം 11 മണിയോടുകൂടി നടക്കും എന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ഇന്ന് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് മുമ്പ് ഖബറടക്കം പൂർത്തിയാക്കും എന്നുള്ള കാര്യമാണ് ബന്ധുക്കളൊക്കെ അറിയിച്ചിരിക്കുന്നത്. കരിമ്പ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് വലിയൊരു വേദനയായി നമുക്ക് മുമ്പിൽ നിൽക്കുന്നത്. ഒരു കുട്ടി അത്ഭുതകരമായി രക്ഷപ്പെട്ടിരുന്നു. ഇവരുടെ സഹപാഠിയായ അജ്ന ഷെറിൻ എന്ന കുട്ടിയാണ്. ഇന്നലെ ആ കുട്ടി ആ അപകടത്തിൻ്റെ നടുക്കം വിവരിക്കുന്നതും നമ്മൾ കേട്ടു. പഠനത്തിലും കലയിലുമൊക്കെ ഒരുപോലെ മിടുക്കിയായിരുന്നു ഈ ആയിഷ എന്ന് പറയുന്ന കുട്ടി. അധ്യാപകർ അവരെക്കുറിച്ച് ഓർക്കുന്നു. പഠനത്തിൽ അവർ 4 പേരും മിടുക്കികളായിരുന്നു എന്നുള്ള കാര്യം അവർ പറയുന്നു. ഒപ്പന മത്സരങ്ങളിൽ സ്ഥിരം മണവാട്ടിയായി എത്തുന്ന ആയിഷയെ അവർ ഓർത്തെടുക്കുന്നത് വലിയ വേദനയായി മണിക്കൂറിൽ മാറുന്നു. മന്ത്രി എം പി രാജേഷ്, കെ കൃഷ്ണൻകുട്ടി, മറ്റ് ജനപ്രതിനിധികൾ, സാദിഖ് അലി ശിഹാബ് തങ്ങൾ കൂടി അവിടേക്ക് എത്തും എന്നുള്ള തരത്തിലൊക്കെ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. വലിയൊരു നോവായി അവർ യാത്രയാവുകയാണ്. തീരാ നോവായി അവർ നമുക്ക് മുമ്പിൽ നിൽക്കുകയാണ്. അവരുടെ വീടുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഒരു നാട് മുഴുവൻ അവർക്ക് യാത്രാമൊഴി നൽകുകയാണ്. ഇങ്ങനെ ഒരു മടക്കം അവർ വീടുകളിലേക്ക് ഇങ്ങനെ മടങ്ങിയെത്തുമെന്ന് എന്തായാലും ആ വീട്ടുകാർ പ്രതീക്ഷിച്ചതല്ല. ഒരു കുട്ടിയുടെ അമ്മയ്ക്ക് മുമ്പിൽ വെച്ചാണ് ഒരു കുട്ടിക്ക് ജീവൻ നഷ്ടമാവുന്നത് എന്നുള്ളതും വലിയ വേദനയായി മാറുന്നു.